ഹലോ ഗായ്സ്, വെൽക്കം ടു ലെറ്റ്സ് ഫൺ ലൈഫ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളുടെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലേക്ക് ആർട്ട് സപ്ലൈസ് ആണ് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെയാണ് എടുക്കുന്നത് ഈ ഡോംസിൻ്റെ ഒരു കുഞ്ഞ് സെറ്റാണ് കേട്ടോ. ഈ സെറ്റിനകത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ഞാനൊരു ഓയിൽ പാസ്റ്റൽസും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണം കേട്ടോ. ഡോംസിൻ്റെ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡോംസിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞ് ഷാർപ്നർ, പിന്നെ ഒരു എറൈസർ, ഒരു സ്കെയില് കിട്ടി, പിന്നെ ഒരു 6 കളേഴ്സുള്ള സ്കെച്ചാട്ട്. ബ്ലൂ, ഡാർക്ക് ഗ്രീൻ, ബ്ലാക്ക്, ബ്രൗൺ, യെല്ലോ ആൻഡ് റെഡ്. ഇത്ര കളേഴ്സുള്ളൊരു ഇത്. പിന്നെ കുത്തി നിറച്ച് കയറ്റി വെച്ചേക്കാണ്ട് ഭയങ്കര പാടാട്ടോ കഴിച്ചെടുക്കാൻ. കുറച്ച് സാധനമേ ഉള്ളൂ, ബട്ട് നല്ല കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഈ സ്കെയിൽ വെച്ച് തോണ്ടി എടുക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ ഒരു 12 ഷെയ്ഡ്സ് ഉള്ള ഒരു ഓയിൽ പെസ്റ്റൽസ് ആണ് പിന്നെ എൻ്റെ കയ്യിൽ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. വിത്ത് ഒരു ബ്ലൻസർ ആണ്. ഇതാണ് ചില കളേഴ്സൊക്കെ യൂസ് ചെയ്ത് കണ്ടു. പിന്നെ ഇതാണ് എൻ്റെ ഓയിൽ പേസ്റ്റൽസ്. ഞാൻ ക്രയോൺസ് അങ്ങനെ യൂസ് ചെയ്യൂല, മോസ്റ്റ് സ്കെച്ചാണ് യൂസ് ചെയ്യണത്. ഞാൻ ക്രയോൺസും കൊണ്ട് എനിക്കത് കാരണം ക്രയോൺസേ ഇല്ല ഇതിനകത്തിട്ട്. പിന്നെ ഒരു 6 കളേഴ്സ് വരുന്ന ഒരു ഡോംസിൻ്റെ കളർ പെൻസില്, ബ്ലാക്ക്, യെല്ലോ, ഓറഞ്ച്, ബ്ലൂ, ഗ്രീൻ, മെറൂൺ മീൻസ് ബ്രൗൺ കളർ. പിന്നെയുള്ള ഒരു കുഞ്ഞ് ബ്ലാക്ക് ഡോംസ്ഡ് പെൻസിൽ. പിന്നെ വരുന്നത് ഒരു ക്രയോൺസ് ആണ്. ഇതിൻ്റെ കൂടെ മാത്രമേ ഞാൻ ക്രയോൺസ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ, അല്ലാതെ എനിക്ക് ക്രയോൺസേ ഇല്ല. പിന്നെ ഇതിനകത്ത് വരുന്നത് 12 ഷെയ്ഡ്സ് ആണ്. പിങ്ക്, യെല്ലോ, ഓറഞ്ച്, പീച്ച്, റെഡ്, ബ്രൗൺ, ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, ബ്ലൂ, ഡാർക്ക് ബ്ലൂ, പേർപ്പിൾ ആൻഡ് ബ്ലാക്ക്. ഇത്രയും കളേഴ്സാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് അയച്ചടിക്കാം കേട്ടോ. ഇത്രയും കളേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയുള്ള കുറച്ച് എക്സ്പെൻസീവ് പോലത്തെ ഒരു സാധനങ്ങളാണ്. ഇതെൻ്റെ ഒരു കളർ പെൻസാണ്. ഇതിനകത്ത് ബ്ലാക്ക് ഉണ്ട്, ഡാർക്ക് ബ്ലൂ ഉണ്ട്. അതിന് കുറച്ചുകൂടി ഇതിനേക്കാളും കുറച്ചുകൂടി ഡാർക്ക് ബ്ലൂ ആണ്. അതിൻ്റെ ലൈറ്റ് ബ്ലൂ, അതിൻ്റെ ലൈറ്റ് ബ്ലൂ, പിന്നെ ലാവൻഡർ, ഡാർക്ക് ഗ്രീൻ, ഗ്രീൻ, ഓറഞ്ച്, പിങ്ക് ആൻഡ് റെഡ്. ഇത്രയും കളേഴ്സുള്ള ഒരു 10 കളേഴ്സുള്ള ഒരു മൾട്ടി കളർ പെൻസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ അങ്കിൾ ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇനി ഒരു ഗ്ലിറ്റർ പെൻസ് 60 കളേഴ്സുള്ളൊരു 60 മീൻസ് 16 കളേഴ്സുള്ളൊരു ഗ്ലിറ്റർ പെൻസാണ് പിന്നെ എൻ്റെ കയ്യിരിക്കുന്നത്. നല്ല ഷെയ്ഡ്സാണ്. ഇതൊന്നും ഞാൻ യൂസേ ചെയ്തിട്ടില്ല കേട്ടോ. മുത്തുമണികളും അല്ല വെച്ചത്. ഇത് ഒരിക്കലും ഞാൻ യൂസ് ചെയ്യില്ല, എൻ്റെ മെമ്മറിക്കായിട്ട് അത് വെച്ചേക്കുവാണ്. പിന്നെ ഇനിയുള്ളത് കുറച്ചും കൂടി എക്സ്പെൻസീവായി. എനിക്കത് എക്സ്പെൻസീവാണ് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് കാണട്ടെ. 60 കളേഴ്സുള്ളൊരു 60 മാർക്കേഴ്സ്. ഈ മാർക്കേഴ്സിനൊരു പ്രത്യേകതയുണ്ട്, എന്താണെന്ന് പറയാൻ പറ്റുമോ? ഈ വലിയ സൈഡ് തുറക്കുമ്പോൾ ഒരു ബ്രഷ് പെന്നാണ്, ഇപ്പുറത്തെ സൈഡ് തുറക്കുമ്പോൾ ഒരു ബ്രഷ് പെന്ന്. മീൻസ് ഇങ്ങനെ ബ്രഷ് ആയിട്ടുള്ള ഒരു സ്കെച്ച് അല്ല, ഒരു പെന്നാണത്. ഒരു നിബ് ബ്രഷാണ്. അങ്ങനത്തെ ഒരു 60 കളേഴ്സ് വരുന്ന ഒരു സെറ്റാണ് പിന്നെ എൻ്റെ കയ്യിലുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ഇനി എടുക്കാൻ പോകണം അവിടെ. അതെൻ്റെ സ്കൂളിൽ നിന്ന് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് എല്ലാ വർഷവും. അപ്പോൾ ഇതൊന്ന് അടുക്കി വെക്കുകയാണ് ഞാൻ. എന്ന് വെച്ചാൽ ഇനി എടുക്കേണ്ടത്, ഞാൻ ഒരിക്കലും എടുക്കാറുള്ളത്. പിന്നെ എനിക്ക് ആർട്ട് ബുക്ക് എന്ന് വെച്ചാൽ എൻ്റെ ആർട്ട് ബുക്കിൻ്റെ ഓലൊക്കെ കണ്ടാൽ നിങ്ങൾ ചിരിക്കുന്നതായിരിക്കും, അതാണ് ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾ കമൻറ്റ് ഇടൂ, കാണിക്കണോ വേണ്ടയോ എന്നുള്ള. അതിന് കാണിക്കണമെന്ന് പറയുകയാണെങ്കിൽ, ഒരു കമൻറ്റ് കാണിക്കണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ കാണിക്കണം, അല്ലെങ്കിൽ കാണിക്കില്ല കേട്ടോ.
അപ്പോൾ ഒരു കമൻറ്റ് കണ്ടാൽ മതി, കാണിക്കണം, അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ടുള്ള. ഇനിയുള്ളതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെനിക്ക് സ്കൂളിൽ നിന്ന് ഇട്ടിട്ടാണ്. അതാണ് ദിൽഷാമൽ 4D എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇത് സ്കൂളിൽ നിന്ന് ഇട്ടിട്ടാണ്. ഒരു ഗമ്മ് കിട്ടും നമുക്ക്. ഈ ഗമ്മ് അത് എല്ലാവരും ഇങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും ബോയ്സ്. അപ്പം അത് മാറ്റിക്കൊണ്ട് പോയാലും കണ്ടുപിടിക്കാനുള്ള തെളിവാണ് ദിൽഷാമൽ. അപ്പം ഗേൾസിൻ്റെ ഒരു ഇപ്പം എനിക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ ക്ലാസ്സിൽ ഈ ഗമ്മ് ഉള്ളത്. ബാക്കി എല്ലാവരുടെയും കാണാതെ പോയി, ബോയ്സ് എടുത്തുകൊണ്ട് ആർക്കിങ്ങനെ വെള്ളത്തിൽ കളിക്കാനാണ്. പിന്നെ ഒരു ബ്ലൂ കളർ സിസേഴ്സ്. എൻ്റെ ഒരു ഒരു പിങ്ക് ആയിരുന്നു. എനിക്ക് ആ പിങ്ക് ഇഷ്ടമില്ല. എനിക്ക് റെഡാണ് എൻ്റെ ഫേവറേറ്റ്. റെഡ് എനിക്ക് ഇല്ല, റെഡ് കളറില്ല. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചിട്ട് എനിക്ക് ഈ ബ്ലൂ തരാമോ, ഞാൻ എനിക്ക് പിങ്ക് തരാം. അപ്പം പിങ്ക് അവിടെ നോക്കിക്കാണ്. പിന്നെ എനിക്ക് ക്യാമലിൻ്റെ പ്ലാസ്റ്റിക് ക്രയോൺസ് ഉണ്ട്. ഇതിനകത്തൊരു കട്ടറും ഒരു ഷാർപ്നറും ഒരു എറേസറും വരുന്നുണ്ട്. പിന്നെ എന്തുവാ, പിന്നെ ഒരു 12 കളേഴ്സ് ഉള്ളൊരു ബ്രഷ് പെൻസിൽ സ്കെച്ച്. അപ്പോൾ ഇതിനകത്തോട്ട് തന്നെ ഓയിൽ പേസ്റ്റൽസ് ഒക്കെ ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇനി വേറൊരു ബോക്സ് അതിനായിട്ട് എടുക്കണ്ടല്ലോ എന്ന് കരുതി എനിക്ക് പിന്നെ ആ ബോക്സ് പിന്നെ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊള്ളുമെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ വെക്കാം. അല്ലെങ്കിൽ ഇത്രയും കവർ എന്തിനാണ് കാര്യം നമുക്ക്. അപ്പം ഇതിനകത്ത് ഇത് വെക്കാം, ഇതിങ്ങനെ വെക്കാം, ഇതിങ്ങനെ വെക്കാം, സ്കെയിൽ എടുത്ത് ഇവിടെ വെക്കാം, ഷാർപ്നർ. ഓക്കെ, നല്ലതുപോലെ കൊള്ളും ഗൈസ്. സിസേഴ്സും കൂടി ഇട്ടട്ടെ. അപ്പം ഒരു കവറും കൂടെ എൻ്റെ ആർട്ട് സപ്ലൈസ് ചെയ്യുന്ന മാറിപ്പോയേ. അപ്പം ഇത്രയൊക്കെയുള്ളൂ കേട്ടോ എൻ്റെ ഈ ആർട്ട് സപ്ലൈസ് ഒക്കെ. അപ്പം ഈ ഒരു ബോക്സ്, ഈ ഒരു ഇത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് അങ്ങനെ വലിയതൊന്നും ആക്കണ്ട. ഇനി പിന്നെ എൻ്റെ ടേബിൾ, എൻ്റെ സ്റ്റഡി ടേബിൾ, ആർട്ട് ടേബിൾ രണ്ടും ഒരു ടേബിൾ തന്നെയാണ്. മേക്കപ്പ് റൂം ഈ റൂം തന്നെയാണ്. ഇത് പപ്പയുടെ എൻ്റെ റൂം കൂടെ. എൻ്റെ റൂം അപ്പുറത്താണ്, മീൻസ് കിടക്കുന്ന അമ്മയുടെ കൂടെ ഇവിടെ എത്തിയ റൂമാണ്. അപ്പോൾ ആ റൂമാണെങ്കിൽ പപ്പയ്ക്ക് ഈ റൂമിൽ കട്ടിലൊന്നും ഇടാൻ പറ്റില്ല, ബാത്റൂം ഉണ്ട്. അപ്പോൾ എല്ലാവരും കയറുന്നതായത് കാരണം അങ്ങനെ ഇടാൻ പാടില്ലാത്തതുകൊണ്ട് അപ്പുറത്തെ റൂമിലാണ് എൻ്റെ റൂമും പപ്പയുടെ റൂം. പക്ഷെ പപ്പ അപ്പുറത്ത് കട്ടിലുണ്ട്, പപ്പയാണ് അവിടെ കിടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ റൂം എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ്, മേക്കപ്പ് എല്ലാം ഇവിടെയാണ്. രാവിലെ സ്കൂളിൽ പോകാൻ നേരത്തെ എല്ലാം ഒരുങ്ങുന്നത് ഇവിടെ വെച്ചാണ്. അപ്പം ഇത്രയുള്ള എൻ്റെ ആർട്ട് സപ്ലൈസ്. ഇത്ര ആർട്ട് സപ്ലൈസ് ആണ് എനിക്കുള്ളത്. പിന്നെ നിങ്ങൾ തന്നെ പറയും എൻ്റെ ആർട്ട് സപ്ലൈസ് എല്ലാം ഈ ഒരു ഇത് കാണിക്കണോ, ടേബിള് കാണിക്കണമെന്നൊന്ന് പറയൂ. അങ്ങനെ കുറച്ച് കമൻ്റൊക്കെ ഇടും കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ എൻ്റെ ഡാൻസിൻ്റെ ഒരു ക്ലാസിക്കൽ ഡാൻസാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം അതിൻ്റെ അരങ്ങേറ്റമൊക്കെ എൻ്റെ കഴിഞ്ഞെന്ന് വെച്ചാൽ ഫെബ്രുവരി 10 എൻ്റെ അരങ്ങേറ്റം. ഫെബ്രുവരി 10 അരങ്ങേറ്റം എല്ലാം കഴിഞ്ഞു. അപ്പം അതിൻ്റെ എൻ്റെ ഡാൻസിൻ്റെ വീഡിയോസ് ഇടണോ യൂട്യൂബിൽ എന്നൊക്കെയുള്ളത് നിങ്ങൾ കമൻറ്റ് ഇടൂ. കമൻ്റ് ഒന്നും കണ്ടില്ലെങ്കിലും ഞാൻ ഇടാം, എന്തെങ്കിലും ഒരു ദിവസം ഇടാം. ഇപ്പം എനിക്ക് എക്സാം നാളെ മാത്സ് എക്സാം, ഇന്ന് ഹിന്ദി ആയിരുന്നു. എല്ലാ എക്സാമും ഈസി ആയിരുന്നു, എല്ലാ രസമായിരുന്നു. സയൻസ് ഇപ്പം കഴിഞ്ഞത്. ഇനി മാത്സ്, നാളെ മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ്, മലയാളം, GK ആൻഡ് മോറൽ സയൻസ് ഒരു ദിവസമാണ്. അപ്പം 4 ദിവസം ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് പൊളിക്കും. പിന്നെ വീഡിയോസൊക്കെ ഒത്തിരി കാണും. പിന്നെ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ഐ ആം ഫ്രം ദിൽഷാമൽ. ബൈ.